ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ തന്നെ മറ്റൊരു പ്രോബ്ലവുമായിട്ടാണ്. അത് ഏതാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോബ്ലം ഇതാണ്: പ്രൂവ് ദാറ്റ് സൈൻ 3x ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് 3x ഡിവൈഡഡ് ബൈ കോസ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച പ്രോബ്ലത്തിൽ സൈൻ 3a കോസ് 3a ഫോർമുല പഠിപ്പിച്ചിരുന്നു. അവിടെ എ എന്നുള്ളതിന് പകരം ഇവിടെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? എക്സ് എന്നാണ് വന്നിരിക്കുന്നത്. സൈൻ 3x കോസ് 3x, അതേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ LHS എടുത്ത് എഴുതി ആ ഫോർമുല അപ്ലൈ ചെയ്യാൻ പോകാം. അപ്പോൾ എന്താണ് സൈൻ 3x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഇനി കോസ് 3xന്റെ ഫോർമുല എന്താണ്? 4 cos cube x minus 3 cos x divided by cos x. ഇനി ഇത് ആരും തന്നെ പോയി ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും ചെയ്യരുത്. ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഉത്തരം കിട്ടാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ന്യൂമറേറ്ററിൽ എന്താ കോമൺ ഉള്ളത് നോക്കുക. എന്താണ്? സൈൻ എക്സ് ആണ്. അപ്പോൾ ആ സൈൻ എക്സ് ഔട്ട് സൈഡ് എടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു. അപ്പോൾ സൈൻ എക്സ് പുറത്തേക്ക് എടുത്താൽ ഇവിടെ 3 ആണ് റിമൈനിങ് ഉണ്ടാവുക. അതാണ് ഇവിടെ 3 എന്ന് എഴുതിയത്. പിന്നെ മൈനസ് സൈൻ ആണ്, മൈനസ് കൊടുത്തു. സൈൻ ക്യൂബ് എക്സ് എന്ന് ഒരു സൈൻ എക്സ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് സൈൻ സ്ക്വയർ എക്സ് എന്നാവും. അപ്പോൾ അവിടെ 4ഉം സൈൻ സ്ക്വയർ എക്സും ആണ് റിമൈനിങ് ഉണ്ടാവുക. അതാണ് 4 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. അതുപോലെ ഇവിടെ എന്താ ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ടുള്ളത്? കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് എക്സ് ഔട്ട് സൈഡ് എടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു. 4 ഒരു കോസ് എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോസ് സ്ക്വയർ എക്സ് എന്നാവും. അപ്പം 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് നടുക്കിൽ മൈനസ് സൈൻ ആണ്. ഇവിടെ കോസ് എക്സ് ഔട്ട് സൈഡ് പോയാൽ 3 ആണ് റിമൈനിങ് ഉണ്ടാവുക. ഡിവൈഡഡ് ബൈ കോസ് എക്സ്. അപ്പോൾ ഇവിടെയുള്ള സൈൻ എക്സും ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? 3 മൈനസ് 4 സൈൻ സ്ക്വയർ എക്സ് മൈനസ് കൊടുത്തു. ഇവിടെ കോസ് എക്സും ക്യാൻസൽ ചെയ്തു പോകും. ഇവിടെ മൈനസ് ആയതുകൊണ്ട് തന്നെ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കാൻ പാടില്ല. ബ്രാക്കറ്റ് അടക്കം വേണം എഴുതാൻ. അപ്പം ബ്രാക്കറ്റ് കൊടുത്തു. 4 കോസ് സ്ക്വയർ എക്സ് എന്നാണ് വേണ്ടത്. ഇവിടെ മിസ്റ്റേക്ക് പറ്റിയതാണ്. കോസ് സ്ക്വയർ എക്സ് എന്നാണ്. മൈനസ് 3 ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താവും? ഇവിടെ 3 ഉണ്ട്. 3 മൈനസ് 4 സൈൻ സ്ക്വയർ എക്സ് മൈനസ് 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് എന്നുള്ള എന്തായി മാറും? പ്ലസ് 3 ആയി മാറും. അപ്പോൾ ഇവിടെ മൈനസ് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തത്. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ 3യും ആഡ് ചെയ്തു. അതാണ് ഇവിടെ ഒരുമിച്ചാക്കിയത്. 3 പ്ലസ് 3 മൈനസ് 4 സൈൻ സ്ക്വയർ എക്സ് മൈനസ് 4 കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു, ഇപ്പോൾ 3 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 6 മൈനസ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 4. അപ്പോൾ ആ 4 ഔട്ട് സൈഡ് എടുത്തു, മൈനസ് 4 ഔട്ട് സൈഡ് എടുത്തു. രണ്ടിലും -4 ആണ് കോമൺ. -4 ഔട്ട് സൈഡ് എടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 6 മൈനസ് 4 ഇൻറ്റു 1 എന്നായി മാറി. അതെങ്ങനെ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അതുപോലെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് വാല്യൂ? 1 ആണ്. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 6 മൈനസ് 4 ഈക്വൽ ടു 2. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ പുതിയ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.